ഭാരതത്തിൽ ഹിന്ദു ജനസംഖ്യ 7.82% കുറഞ്ഞു. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ റിപ്പോർട്ടിലാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 65 വർഷക്കാലത്തെ പഠനത്തിന്റെ കണക്കുകളാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യ 1950-നും 2015-നും ഇടയിലുള്ള 65 വർഷക്കാലത്തെ രാജ്യത്തെ ജനസംഖ്യയെക്കുറിച്ചിട്ടുള്ള പഠന റിപ്പോർട്ടാണ് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി പുറത്തുവിട്ടിരിക്കുന്നത്. 1951-ൽ ഇന്ത്യയിൽ നടന്ന സെൻസസിൽ ഹിന്ദുക്കളുടെ എണ്ണം 84.10%. എന്നാൽ 65 വർഷത്തിന് ശേഷം ഈ കണക്ക് പരിശോധിക്കുമ്പോൾ 77.52% ഇത് കുറഞ്ഞു. അതായത് 7.82% കുറവാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മറുവശത്ത് ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യയിൽ വർധനവുണ്ടായി എന്നതും കണക്കിൽ വ്യക്തമാകുന്നു. 1951-ലെ സെൻസസ് പ്രകാരം 9.84% മുസ്ലിങ്ങളുടെ എണ്ണം. 2015-ൽ ഇത് 14.09% ഉയർന്നു. അതായത് ഇക്കാലയളവിൽ ജനസംഖ്യയിൽ 43.15% മുസ്ലിം വിഭാഗത്തിൽ വർധനവുണ്ടായി എന്നാണ് ഈ പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ ക്രിസ്ത്യൻ ജനസംഖ്യയിൽ 2.24% 2015-ൽ അത് 2.36% ഉയർന്നു. അതായത് ഏകദേശം 5.38% വർധനവാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ സിഖ് വിഭാഗവും 6.58% സിഖ് വിഭാഗത്തിലും വർധനവുണ്ടായി. അതേപോലെ തന്നെ ബുദ്ധമതത്തിലും 0.81% വർധനവുണ്ടായതായിട്ടാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള BJP നേതാക്കളുടെ പ്രതികരണം ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത് ഭാരതീയർ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണിത്. അനധികൃത കുടിയേറ്റവും അതേപോലെ തന്നെ മതപരിവർത്തനവുമാണ് മുസ്ലിം ജനസംഖ്യയിൽ ഉണ്ടായ വർധനവിന് കാരണമെന്നാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല മുസ്ലിം ജനസംഖ്യയിൽ ഉണ്ടായ വർധനവ് കണക്കിലെടുത്ത് ചിലർ ഭരണഘടനയിൽ മാറ്റം വരുത്തുവാനും അതേപോലെ തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം വിഭാഗത്തിന് സംവരണം ഏർപ്പെടുത്തുവാനും ചിലർ ആഗ്രഹിക്കുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. അതേപോലെ ഈ മുസ്ലിം വിഭാഗം ഏകപക്ഷീയമായി ഇങ്ങനെ വളരുന്നത് അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ സമുദായം മാത്രം ക്രമാതീതമായി വർദ്ധിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ OBC സംവരണങ്ങളെ ബാധിച്ചേക്കുമെന്നുള്ള ആശങ്കയും കേന്ദ്ര മന്ത്രി രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നു. ദൃശ്യം നന്ദഗോപനാണ് വിവരങ്ങൾ നൽകുന്നത്. രാജ്യത്ത് ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7.82% കുറഞ്ഞു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സിഖ്, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ജനസംഖ്യ ഉയർന്നു എന്നും പറയുന്നുണ്ട്.